ചോദ്യം ചെയ്തുകൊണ്ട് കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രകാശ് ബാബു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സത്യാഗ്രഹ സമരത്തിലെ പ്രിയപ്പെട്ട സമരഭടന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സാദര നമസ്കാരം. മെഡിക്കൽ കോളേജ് ഈയിടെയായിട്ട് വിവാദങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരന്തരമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ വേദിയായിട്ട് ഇന്ന് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപും നിരവധി വിഷയങ്ങളാണ് ഈ മെഡിക്കൽ കോളേജിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം, സർക്കാരിന്റെ അനാസ്ഥ മൂലം നേരിടേണ്ടി വന്നിട്ടുള്ളത്. സാധാരണക്കാരന്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള പിണറായി സർക്കാർ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള മെഡിക്കൽ കോളേജിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമീപകാലത്ത് വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. മരുന്നിന് പോലും ക്ഷാമം നേരിടുന്ന ഒരു നാടായിട്ട് ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. നമ്പർ 1 സംസ്ഥാനം എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള മന്ത്രിമാരെല്ലാവരും തന്നെ പല ഉദ്ഘാടന പരിപാടികളിലും പങ്കെടുക്കുന്നതെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ നിഗളിപ്പിൽ മാത്രം നടന്നുകൊണ്ട്, കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം മാത്രം നടത്തിക്കൊണ്ട് അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ മേന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന തരത്തിലേക്ക് ഇവിടെയുള്ള മന്ത്രിമാരും ഭരണകൂടവും നടന്നു നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. വയറ്റിൽ കത്രിക വെച്ച് മറന്നുപോയ സംഭവത്തില് ദിവസങ്ങളോളം ഇതേ സമരപന്തലില് സമരം ചെയ്തിട്ടുള്ള ഒരു സഹോദരിയോടൊപ്പം നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും അന്ന് ആ സമരത്തിന്റെ ഭാഗവാക്കായിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതെങ്കിൽ നമുക്കറിയാം, കോവിഡിന്റെ പശ്ചാത്തലത്തില് ഒരു കോവിഡ് രോഗിയെ ആംബുലൻസിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരായിട്ട് ഇവിടെയുള്ള സംസ്ഥാന സർക്കാർ മാറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാന വിഷയം മരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പ്രമേയമായിട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിലും ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ ആ പ്രമേയം വായിക്കുവാനുള്ള അനുമതി വരെ നിഷേധിച്ചത് കഴിഞ്ഞ കൗൺസിലിലാണ്. അപ്പോൾ ഇത്തരം സാധാരണക്കാരുടെ ആവശ്യങ്ങളല്ല കോഴിക്കോട് കോർപ്പറേഷനിലും മുഖവിലേക്ക് എടുക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇവിടെ നടക്കുന്ന കോർപ്പറേഷൻ യോഗങ്ങളും. മരുന്നിന് പൊറുതിമുട്ടുന്ന വാർത്ത വരാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ നീണ്ട സാഹചര്യത്തിലും അതിലൊന്ന് ഇടപെടുവാൻ ഇവിടെയുള്ള ആരോഗ്യമന്ത്രിക്ക് സമയമില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ്. ശ്രീമതി വീണ ജോർജ്, നമുക്കറിയാം, പല വിഷയങ്ങളും നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗമന പദ്ധതികളുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഇവിടെ മെഡിക്കൽ കോളേജിലായാലും ശരി, ബീച്ച് ആശുപത്രിയിലായാലും ശരി, അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റികളായിട്ട് നമ്മുടെ ആശുപത്രികൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അതിന്റെ എല്ലാം തന്നെ ക്രെഡിറ്റ് എടുക്കുവാൻ ഓടി നടക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സാധാരണക്കാരനോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും നാളിതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ സമരം നീളുന്ന സാഹചര്യത്തിലും ഈ മരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രോഗികൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ മരിച്ചു വീഴുന്ന സാഹചര്യത്തിലും അതിലൊരു ഇടപെടൽ നടത്തുവാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് സമയമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട്, ആ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് പോകും. അതിനുള്ള ഒരു സൂചനാ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ശ്രീ പ്രകാശ് ബാബു അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സമര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ ഒരു സത്യാഗ്രഹ സമരം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് ഇതൊരു ആരംഭം മാത്രമാണ്. ഇവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുവാനാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ സമര പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.